ആദ്യം തന്നെ മാങ്ങ കുറച്ച് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. പഴുത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും. എന്നിട്ട് അതിൽ ഈ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ അതിങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ വരും. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. അപ്പോൾ ആ നെയ്യിൻ്റെ മണം അതിലോട്ട് അങ്ങോട്ട്. എന്നിട്ട് അതിലേക്ക് വേണം 4 മാങ്ങയുള്ളെങ്കിൽ ഒരു പിടി തേങ്ങ, കുറച്ച് തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും മാത്രം. ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത്. ഇത് നന്നായിട്ട് അരയ്ക്കുക. കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ നല്ല വെണ്ണ മാതിരി അരച്ചെടുക്കണം. അല്ലാന്ന് വെച്ചാൽ മിക്സിയിൽ അരയ്ക്കും. അതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക്, മുളക്, ഉലുവ നെയ്യിൽ തന്നെ വറക്കണം. വെളിച്ചെണ്ണയിലൊന്നും വറക്കരുത്. ആണ് ശരിയായിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി. അവസാനം ആർക്കും വേണ്ടാത്ത കരിവേപ്പില. ആർക്കും വേണ്ടാത്ത കറിവേപ്പിലയോ? ഒരു അടിയും കൂടെ വെച്ചേരും. എന്റെ ഒരു ജീവൻ